കൊണ്ടുവന്ന് ഒന്നുകിൽ ഈ പരിസരത്തുള്ള ചെറൂണി പള്ളിയുടെ ഖബർസ്ഥാനിൽ, അത് നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ നമുക്ക് വഖഫ് ചെയ്ത ഭൂമിയാണ്, ആ ഭൂമിയിൽ കൊണ്ടുപോയി നമ്മുടെ ജനാസ അടക്കം ചെയ്യും. എന്നാൽ ഇവിടെ വഖഫ് ബില്ല് വരികയാണ്. ചെറൂണി പള്ളിയുടെ അടുത്ത് താമസിക്കുന്ന ഒരാൾ പറഞ്ഞു ഇത് വഖഫ് ഭൂമിയല്ല. അയാളൊരു കംപ്ലൈൻറ്റ് കൊടുത്തു. ആ കംപ്ലൈൻറ്റ് ഇവിടെ പോലീസുകാർ സ്വീകരിച്ചു. പിന്നീടത് പോകുന്നത് കളക്ടറിലേക്കാണ്. അധികാരി കളക്ടറാണ്. കളക്ടർ വന്നിട്ട് പരിശോധിച്ചിട്ട് പറഞ്ഞു ഇതൊരു തർക്കഭൂമിയാണ്, ഇനി ഇവിടെ അടക്കം നടത്താൻ പാടില്ല, ഇവിടെ ജനാസ സംസ്കരണം നടത്താൻ പാടില്ല. അയാൾ പിന്നെയും കേസുകളുമായി മുന്നോട്ട്, നമ്മളും പോയി അവരും പോയി. ഒരു സുപ്രഭാതത്തിൽ കളക്ടർ പറയുകയാണ് ഈ ഭൂമിക്ക് ചെറൂണിയിലെ ആളുകളെ നിങ്ങൾക്ക് അധികാരമില്ല, ഇത് ഇന്നയാളിൻ്റെ പേരിലേക്ക് തർക്കമുന്നയിച്ചതാണ്, അതുകൊണ്ട് ഇത് ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിർവാഹമില്ല. ആ കളക്ടറുടെ ഉത്തരവിനെതിരെ നമുക്ക് നിശബ്ദമാകാനേ വകുപ്പുള്ളൂ. ഇത് വഖഫ് ബില്ല് വരുമ്പോഴുള്ള സമുദായത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. ഇങ്ങനെ ഓരോന്ന് വന്നാൽ ഇതാരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് വരുന്നത്? മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നു. ആരെയാണത് ടാർഗറ്റ് ചെയ്യുന്നത്? മുസ്ലിം സമുദായത്തെയാണ്. പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്നു. ആരെയാണത് ടാർഗറ്റ് ചെയ്യുന്നത്? മുസ്ലിം സമുദായത്തെയാണ്. ഇവർ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി, വഖഫ് ഭൂമികൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വഖഫ് ബില്ല് കൊണ്ടുവരുന്നത് എന്നാണ് പറഞ്ഞത്. ആരാണ് ഈ പറയുന്നത്? ഗുജറാത്തിൽ വംശീയ ഉന്മൂലനം നടത്തി, കലാപം നടത്തി, വർഗീയ വിധ്വംസകത പുലർത്തി, ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിയിട്ട് അധികാരത്തിൻ്റെ അപ്പക്കഷ്ണങ്ങൾക്ക് വേണ്ടി നിരപരാധികളെ വേട്ടയാടി കൊന്നിട്ട് അധികാര കസേരയിലെത്തിയവർ ആരുടെ രക്തമാണ് ഊറ്റിക്കുടിച്ചത്? മുസ്ലിം സമുദായത്തിൻ്റെ രക്തം. നിങ്ങൾക്ക് ബാബു ബജ്റംഗി അറിയുമോ സഹോദരങ്ങളെ? അയാൾ പറയുകയാണ്, ആരാണ് അയാൾ? ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, ഇന്ത്യ ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ ഏറ്റവും അടുത്ത സ്നേഹിതൻ. അയാൾ പറയുകയാണ് എനിക്ക് ഒരു ഡ്രീമുണ്ട്, എനിക്കൊരു സ്വപ്നമുണ്ട്, മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു സ്വപ്നമുണ്ട്. എന്താണ് എൻ്റെ സ്വപ്നമെന്നറിയുമോ? ജിഹാപുരയിലേക്ക് പോകും ഞാൻ. മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ ആയുധവുമായി ജിഹാപുരയിലേക്ക് കൊണ്ടുവന്ന് വിട്ടാൽ അവിടെ 8 ലക്ഷം മുസ്ലിമീങ്ങൾ അധിവസിക്കുന്ന സ്ഥലമാണ് ജിഹാപൂർ. ആ ജിഹാപുരയിൽ 25,000-ഓ 50,000-ഓ വരുന്ന മുസ്ലിമീങ്ങളെ കൊന്നിട്ട് എനിക്ക് മരിക്കണമെന്ന് പറഞ്ഞ ബാബു ബജ്റംഗി, അയാൾ ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. അയാൾ ഈ രാജ്യം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. ടഹൽക്ക ഓപ്പറേഷനിലൂടെ 2007 ലോകം മുഴുവൻ കേട്ടതാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയുള്ള